എംപിമാർക്ക് പിന്നാലെ പഞ്ചാബിലെയും ഡൽഹിയിലെയും ആം ആദ്മി പാർട്ടി എംഎൽഎമാരെയും അടർത്തി മാറ്റാൻ ബിജെപി നീക്കം. പഞ്ചാബിൽ 65 എംഎൽഎമാരുടെ പിന്തുണയുണ്ട് എന്നാണ് ബിജെപിയിൽ ചേർന്ന രാഘവ് ചദ്ദയുടെ അവകാശവാദം. പാർട്ടി വിട്ട എംപിമാർക്കെതിരെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം നടപടിയെടുക്കണമെന്ന് ആം ആദ്മി പാർട്ടി ആവശ്യപ്പെട്ടു. പഞ്ചാബിൽ എംഎൽഎമാരെ അടർത്തിയെടുത്ത് ബിജെപിയിലേക്ക് എത്തിക്കാനുള്ള നീക്കത്തെ തടയിടാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ആം ആദ്മി പാർട്ടി. എംഎൽഎമാരുമായി രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ കാണാൻ മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ അനുമതി തേടി. 65 എംഎൽഎമാരുടെ പിന്തുണ പഞ്ചാബിലുണ്ടെന്ന് ആവർത്തിക്കുകയാണ് രാഘവ് ചദ്ദ. ദില്ലിയിൽ 22 എംഎൽഎമാരിൽ 15 പേരുടെ പിന്തുണയും ഉറപ്പിക്കാനുള്ള നീക്കത്തിലേക്കും കടന്നിട്ടുണ്ട്. ചർച്ചകളിലൂടെ ഇടഞ്ഞു നിൽക്കുന്ന എംപിമാരെയും എംഎൽഎമാരെയും അനുനയിപ്പിക്കണമെന്നാണ് പാർട്ടിക്കുള്ളിൽ നിന്നുള്ള അഭിപ്രായം. ഇതിനിടെ അരവിന്ദ് കെജ്രിവാൾ സ്ത്രീവിരുദ്ധനാണെന്നും അഴിമതി വീരനാണെന്നും രൂക്ഷ വിമർശനവുമായി സ്വാതി മാലിവാൾ രംഗത്ത് വന്നു. നരേന്ദ്രമോദിക്ക് പുകഴ്ത്തലും. मैं अरविंद केजरीवाल जी के भ्रष्टाचार, गुंडागर्दी और झूठ बोलने की ये जो बहुत ही बुरी हैबिट है, इसको लेकर मैं पार्टी छोड़ रही हूँ, क्योंकि वो पार्टी को उन्होंने पूरी तरीके से कब्जा कर रखा है. കെജ്രിവാളിനെതിരെ പുതിയ അഴിമതി ആരോപണവുമായി ബിജെപിയും രംഗത്തെത്തിയിട്ടുണ്ട്. ദില്ലിയിലെ പുതിയ പദ്ധതിയിൽ ആഡംബരം നടത്തിയെന്നും വൻതോതിൽ പണം ചിലവഴിച്ചെന്നും ആരോപിച്ച ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ടിട്ടുണ്ട്. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും പ്രചരിക്കുന്ന ചിത്രങ്ങൾ വ്യാജമാണെന്നുമായിരുന്നു എഎപിയുടെ പ്രതികരണം. വിട്ടുപോയ എംപിമാരെ അയോഗ്യരാക്കണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകുമെന്ന് ആം ആദ്മി പാർട്ടിയും വ്യക്തമാക്കിയിട്ടുണ്ട്. റിപ്പോർട്ടർ, ദില്ലി.